ഹലോ എവ്രി വൺ, വെൽക്കം ടു സി എ സമ്മിറ്റ്. എൻ്റെ പേര് ഹിസാന. സോ നമ്മൾ സി എ സമ്മിറ്റ് ചാനലിലൂടെ കറണ്ട് അഫയേഴ്സാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. സോ ഇന്ന് ജനുവരിയിലെ മന്ത്ലി കറണ്ട് അഫയേഴ്സ്. അപ്പോൾ നമ്മൾ കുറച്ച് ഇന്ന് ഞാൻ എടുക്കുന്ന പാർട്ട് എന്ന് പറയുമ്പോൾ സ്പോർട്സ് ന്യൂസ് ഉണ്ട്, അവാർഡ്സ് ഉണ്ട്, ഡിഫൻസ് ഉണ്ട്, അതേപോലെ തന്നെ സ്കീംസും ഉണ്ട്. സോ വേറെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ വീഡിയോസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. സോ അതും കൂടി കാണണം. സോ നമുക്ക് ഇന്നത്തെ ന്യൂസ് നോക്കാം. സോ ഫസ്റ്റ് തന്നെ സ്പോർട്സ് ന്യൂസ് ആണ്. സോ ഫസ്റ്റ് ന്യൂസ് നമുക്ക് നോക്കാം. സോ നാഷണൽ സ്പോർട്സ് അവാർഡ്സ് അനൗൺസ് ചെയ്തിട്ടുണ്ട് 2024. സോ അതിൻ്റെ സ്പോർട്സ് അവാർഡിൻ്റെ ഹയസ്റ്റ് ഓണറാണ് മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ്. സോ അത് ഇപ്രാവശ്യം 4 പേർക്കാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. സോ ആരൊക്കെയാണ് നമുക്ക് നോക്കാം. സോ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് ആർക്കൊക്കെയാണ് കിട്ടിയത്? ഗുകേഷ്, ഹീസ് അസോസിയേറ്റഡ് ഇൻ ചെസ്. പിന്നെ അതേപോലെ തന്നെ ഹർമൻപ്രീത് സിംഗ് ഹോക്കിയുടെ ക്യാപ്റ്റൻ ആണ്. പ്രവീൺ കുമാർ പാരാ അത്ലറ്റിക്സ്. ദെൻ മനു ബാക്കർ ഷൂട്ടിംഗ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ഇനി നെക്സ്റ്റ് അവാർഡ് നോക്കാം. പിന്നെ അർജുന അവാർഡ്സ്. സോ 32 അർജുന അവാർഡ്സ് കോൺഫേർഡ് ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യം. സോ അത് വായിക്കുന്നില്ല, ജസ്റ്റ് ഇത് വായിച്ചു നോക്കാം. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ സലീമ ടെറ്റെ ഹോക്കിയുടെ ഇന്ത്യൻ വുമൻ ടീമിൻ്റെ ഹോക്കി ക്യാപ്റ്റൻ ആണ് സലീമ ടെറ്റെ. അതേപോലെ തന്നെ അന്നു റാണി അത്ലറ്റിക്സ് ആണ്. ജ്യോതി രാജി അത്ലറ്റിക്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് അർജുന അവാർഡ്സ് തന്നെയാണ്. മൊത്തം 32 അവാർഡ്സ് ആണ് കൺഫർ ചെയ്തിരിക്കുന്നത്. പിന്നെ റുബീന ഫ്രാൻസിസ് ബിലോങ് ടു പാരാ ഷൂട്ടിംഗ്. അതേപോലെ തന്നെ സരോബ്ജോത് സിംഗ് ഷൂട്ടിംഗ്. സ്വപ്നിൽ സുരേഷ് കുസേൽ ഷൂട്ടിംഗ്. ദെൻ അഭയ് സിംഗ് സ്ക്വാഷ്. അതൊക്കെ. സോ നമുക്കിനി നെക്സ്റ്റ് അർജുന അവാർഡ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡീസ് നോക്കാം. സോ അത് 2 പേർക്കാണ് കൺഫർ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് സുജാ സിംഗ് അത്ലറ്റിക്സ് ആണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ മുരളീകാന്ത് രാജാറാം പെഡ്കർ പാരാ സ്വിമ്മിംഗ് ആണ്. അതേപോലെ തന്നെ നെക്സ്റ്റ് അവാർഡ് ദ്രോണാചാര്യ അവാർഡ്. അത് ദ്രോണാചാര്യ അവാർഡ് എന്ന് പറയുമ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് കോച്ചസിനാണ് അവർ കോൺഫർ ചെയ്യുന്നത്. സോ അതിൽ റെഗുലർ കാറ്റഗറി ഉണ്ട്, ലൈഫ് ടൈം കാറ്റഗറി ഉണ്ട്. സോ റെഗുലർ കാറ്റഗറിയിൽ സുഭാഷ് റാണ പാരാ ഷൂട്ടിങ്ങിലാണ്. ദെൻ ദിബാലി ദേശ്പാണ്ഡെ ഷൂട്ടിംഗ്. സന്ദീപ് സംഗ്വാൻ ഹോക്കി. അതേപോലെ ലൈഫ് ടൈം കാറ്റഗറിയിൽ വരുന്നത് എസ് മുരളീധരൻ ബാഡ്മിൻ്റണിലാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ അർമാൻഡോ അഗ്നലോ കൊലാക്കോ ഫുട്ബോളിലാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ പിന്നെ വേറെ അവാർഡ് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാർ. സോ രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാർ ആർക്കാണ് കിട്ടിയത്? ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യക്കാണ് രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാർ ലഭിച്ചത്. അതേപോലെ തന്നെ മൗലാന അബ്ദുൽ കലാം ആസാദ് ട്രോഫി 2024. സോ അതിൽ യൂണിവേഴ്സിറ്റിക്ക് മൗലാന അബ്ദുൽ കലാം ആസാദ് ട്രോഫി കൊടുക്കുന്നത്. ഫസ്റ്റ് വിന്നർ ആയിരിക്കുന്നത് ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി ആണ്. സെക്കൻഡ് വന്നിരിക്കുന്നത് ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി. തേർഡ് ഗുരു നാനക് ദേവ് യൂണിവേഴ്സിറ്റി അമൃത്സർ. സോ അതാണ് നമ്മുടെ നാഷണൽ സ്പോർട്സ് അവാർഡ്സിന്റെ ന്യൂസ്. സോ നെക്സ്റ്റ് കൊക്കോ വേൾഡ് കപ്പ് ഇന്ത്യ 2025. കൊക്കോ വേൾഡ് കപ്പ് ഇന്ത്യയിൽ വേൾഡിൽ തന്നെ ഇനോഗ്രൽ എഡിഷന്. സോ ഫസ്റ്റ് എഡിഷൻ നടന്നത് എവിടെയാണ്? ഇന്ത്യയിൽ, ന്യൂഡൽഹിയിലാണ്. സോ ഇന്ത്യ മെയ്ഡൻ ഹിസ്റ്ററി, മെന്നിലും വുമനിലും ഇന്ത്യയാണ് വിൻ ചെയ്തത്. സോ ഇനോഗ്രൽ എഡിഷൻ ന്യൂഡൽഹിയിലാണ് നടന്നത്. സോ മെൻസ് ഫൈനൽ ഇന്ത്യ നേപ്പാളിനെ ഡിഫീറ്റ് ചെയ്തു. അതേപോലെ വുമണും നേപ്പാളിനെ തന്നെയാണ് ഡിഫീറ്റ് ചെയ്തത്. മെന്നിന് ഒരു ബ്ലൂ ട്രോഫിയാണ് ആൻഡ് അതേപോലെ തന്നെ വുമണിന് ഗ്രീൻ ട്രോഫിയാണ്. കൊക്കോ വേൾഡ് കപ്പിന് മാസ്കോട്ട്സ് അവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു? തേജസും താരയാണ്. തേജസ് ഫോർ മെന്നിനും താര ഫോർ വുമണിനും ആയിരുന്നു. നെക്സ്റ്റ് സന്തോഷ് ട്രോഫി 2024-25. സന്തോഷ് ട്രോഫി ഫുട്ബോൾ റിലേറ്റഡ് ആണ്. സോ വെസ്റ്റ് ബംഗാൾ ലിഫ്റ്റ് സന്തോഷ് ട്രോഫി ബൈ ഡിഫീറ്റിംഗ് കേരള. സോ കേരളനെ ഡിഫീറ്റ് ചെയ്തിട്ട് വെസ്റ്റ് ബംഗാളാണ് ഇപ്രാവശ്യത്തെ സന്തോഷ് ട്രോഫി വോൺ ചെയ്തിരിക്കുന്നത്. 78th എഡിഷൻ ആണ്. എവിടെയാണ് നടന്നത്? ഹൈദരാബാദിൽ. സോ വിന്നർ വെസ്റ്റ് ബംഗാളാണ്. സോ വിന്നർക്ക് കിട്ടുന്നത് സന്തോഷ് ട്രോഫിയാണ്. റണ്ണർ അപ്പിന് കിട്ടുന്നത് കമല ഗുപ്ത ട്രോഫിയാണ്. റണ്ണർ അപ്പ് കേരള. സോ നെക്സ്റ്റ് വീണ്ടും ഫുട്ബോൾ റിലേറ്റഡ് ആണ്. സ്പാനിഷ് സൂപ്പർ കപ്പ് ബാഴ്സലോണ ഡിഫീറ്റ്സ് റിയൽ മാഡ്രിഡ്. 15th സ്പാനിഷ് സൂപ്പർ കപ്പ് ആണ്. എവിടെ നടന്നത്? സൗദി അറേബ്യയിലെ ജദ്ദയിലാണ്. വിന്നർ ആരാണ്? ബാഴ്സലോണ. റണ്ണർ അപ്പ് റയൽ മാഡ്രിഡ്. സോ നെക്സ്റ്റ് ന്യൂസ് AFC ഏഷ്യൻ കപ്പ് 2027. സോ AFC ഏഷ്യൻ കപ്പ് 2027 നടക്കുന്നത് സൗദി അറേബ്യയിലെ 3 സിറ്റീസിലാണ്. റിയാദ്, ജദ്ദ, അൽ ഖൊബാറിലാണ് നടക്കുന്നത്. ജനുവരി 7 to ഫെബ്രുവരി 5 ആണ്. AFC ഏഷ്യൻ കപ്പ് എന്ന് പറയുമ്പോൾ മെന്നിന്റെ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ആണ്. ഓക്കെ, എവറി 4 ഇയേഴ്സിലാണ് ടൂർണമെന്റ് നടക്കുന്നത്. ദെൻ ഫസ്റ്റ് AFC ഏഷ്യൻ കപ്പ് നടന്നത് 1956. സോ ഇനോഗ്രൽ എഡിഷനിൽ വിൻ ചെയ്തത് സൗത്ത് കൊറിയ ആയിരുന്നു. നെക്സ്റ്റ് ന്യൂസ് ബോർഡർ ഗവാസ്കർ ട്രോഫി ന്യൂസ് ആണ്. സോ ക്രിക്കറ്റ് റിലേറ്റഡ് ആണ്. ഓസ്ട്രേലിയ ഡിഫീറ്റഡ് ഇന്ത്യ ടു ക്ലിഞ്ച് ബോർഡർ ഗവാസ്കർ ട്രോഫി.
സോ ഓസ്ട്രേലിയ ആണ് ബോർഡർ ഗവാസ്കർ ട്രോഫി വോൺ ചെയ്തത്. ഓസ്ട്രേലിയ ഇന്ത്യയും തമ്മിൽ നടക്കുന്ന ഒരു ടൂർണമെന്റ് ആണ് ബോർഡർ ഗവാസ്കർ ട്രോഫി. സോ ഇതിലത്തെ വിന്നർ, ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ വിന്നർ ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിനായിട്ട് ക്വാളിഫൈ ആയിരിക്കും. സോ ഓസ്ട്രേലിയ ഇപ്രാവശ്യം ഫേസ് ചെയ്യുന്നത് ആരെയാണ്? സൗത്ത് ആഫ്രിക്കനെയാണ്. സോ ബോർഡർ ഗവാസ്കർ ട്രോഫി മാച്ചിൽ പ്ലെയർ ഓഫ് ദ സീരീസ് ആയിട്ട് ജസ്പ്രീത് ബുംറയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ പ്ലെയർ ഓഫ് ദ മാച്ച് ആരാണ്? സ്കോട്ട് ബോളൻഡ് ആണ്. നെക്സ്റ്റ് ന്യൂസ് വീണ്ടും ക്രിക്കറ്റ് അസോസിയേറ്റഡ് ആണ്. കർണാടക ക്ലിഞ്ച് വിജയ് ഹസാരെ ട്രോഫി ഫോർ റെക്കോർഡ് ഓഫ് 5th ടൈം. സോ വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റ് റിലേറ്റഡ് ആണ്. സോ കർണാടകയാണ് വിന്നർ. റണ്ണർ അപ്പ് വരുന്നത് വിദർഭയാണ്. കർണാടക വിന്നർ. 5th ടൈം അവര് ട്രോഫി എടുക്കുന്നത്, ടൈറ്റിൽ എടുക്കുന്നത്. മാച്ച് നടന്നത് വഡോദര, ഗുജറാത്തിൽ. സോ നെക്സ്റ്റ് വൺ ലൈനർ ന്യൂസ് ആണ്. മൈക്കിൾ ക്ലാർക്ക് ഇൻഡക്റ്റഡ് ഇൻ ടു ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ഹാൾ ഓഫ് ഫെയിം. ഓസ്ട്രേലിയയുടെ ഒരു ഫോർമൽ ക്രിക്കറ്ററാണ് മൈക്കിൾ ക്ലാർക്ക്. സോ ഹി ഈസ് ഇൻഡക്റ്റഡ് ഇൻ ഓസ്ട്രേലിയൻ ഹാൾ ഓഫ് ഫെയിമിൽ ഇൻഡക്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ന്യൂസ് നോക്കാം. ഇന്ത്യ ടു ഹോസ്റ്റ് ഫിഡെ ചെസ് വേൾഡ് കപ്പ് 2025. സോ ഇന്ത്യ ആണ് ഫിഡെ വേൾഡ് കപ്പ് 2025 ഹോസ്റ്റ് ചെയ്യുന്നത്. സോ എപ്പോഴാണ് ടൂർണമെന്റ്? ഒക്ടോബർ 31 ടു നവംബർ 27 വരെയാണ്. ഇന്ത്യ 2002 ഫസ്റ്റ് ഫിഡെ ചെസ് വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്തത്. ഹൈദരാബാദിലായിരുന്നു ഫസ്റ്റ് ഹോസ്റ്റ് ചെയ്തത്. 2002 ഫിഡെ വേൾഡ് കപ്പ് നടന്നതിൽ, ഇന്ത്യയിൽ നടന്നതിൽ വിന്നറായത് വിശ്വനാഥൻ ആനന്ദ് ആയിരുന്നു. നെക്സ്റ്റ് ചെസ് റിലേറ്റഡ് ന്യൂസ് തന്നെയാണ്. ആർ വൈശാലി വിൻസ് ബ്രോൺസ് അറ്റ് വേൾഡ് ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പ് 2024. സോ വേൾഡ് ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ബ്രോൺസ് മെഡൽ ആർ വൈശാലിക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ വിന്നർ ആരായിരുന്നു? ചൈനാസ് ജൂ വെൻജുൻ. വുമൻസ് ബ്ലിറ്റ്സ് ക്രൗൺ നേടിയത് ചൈനാസ് ജൂ വെൻജുൻ ആയിരുന്നു. അതേപോലെ തന്നെ മെൻ വേൾഡ് ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ ഷെയർ ചെയ്തിരിക്കുന്ന ടൈറ്റിൽ ആരൊക്കെയാ? മാഗ്നസ് കാൾസനും ഇയാൻ നെപ്പോമിനിയാച്ചിയും ആണ് ഷെയർ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് ഈ ടൈറ്റിൽ ഷെയർ ചെയ്യുന്നത് രണ്ടുപേര്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുമ്പോൾ വൺ ലൈനർ ന്യൂസ് ആണ്. ഗുഗേഷ് ബിക്കംസ് ഹയസ്റ്റ് റാങ്ക്ഡ് ഇന്ത്യൻ അറ്റ് 4th ഇൻ ദ ലേറ്റസ്റ്റ് ഫിഡെ റാങ്കിങ്സ് ഡിസ്പ്ലേസസ് എറിഗേസി. ഗുഗേഷ് എന്ന് പറയുമ്പോൾ ഹയസ്റ്റ് റാങ്ക് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ അറ്റ് 4th ഇൻ ലേറ്റസ്റ്റ് ഫിഡെ റാങ്കിങ്സിൽ 4th പൊസിഷനിൽ ഗുഗേഷ് വന്നിട്ടുണ്ട്. ഈ ഡിസ്പ്ലേസസ് എറിഗേസി. നെക്സ്റ്റ് ന്യൂസ് പറയുമ്പോൾ വരുൺ തോമർ ക്ലിഞ്ചസ് നാഷണൽ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ ഇൻ മെൻസ് 10 മീറ്റർ എയർ പിസ്റ്റൽ. സോ മെൻസ് 10 മീറ്റർ എയർ പിസ്റ്റൽ ഇവന്റിൽ വരുൺ തോമറാണ് ചാമ്പ്യൻ ആയത്. വരുൺ തോമർ ബിലോങ്സ് ടു ഇന്ത്യൻ ആർമി. സോ ഹി വോൺ ദ നാഷണൽ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ. ഏത് ഇവന്റിലെ? മെൻസ് 10 മീറ്റർ എയർ പിസ്റ്റൽ ഇവന്റിൽ 67th എഡിഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് കിരൺ ജാദവ് വിൻസ് എയർ റൈഫിൾ ഗോൾഡ് അറ്റ് ലക്ഷ്യ കപ്പ് ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ്. വീണ്ടും ഷൂട്ടിംഗ് അസോസിയേറ്റ് ആയിട്ടുള്ള ലക്ഷ്യ കപ്പ് ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ 15th എഡിഷൻ ആണ്. അതിൽ വോൺ ചെയ്തത് ആരാണ്? കിരൺ ജാദവ് ഗോൾഡ് മെഡൽ വോൺ ചെയ്തു. കിരൺ ജാദവ് ഓഫ് നേവി ആണ്. സോ ടൂർണമെന്റ് എവിടെ നടന്നത്? മഹാരാഷ്ട്രയിലാണ്. നെക്സ്റ്റ് അനഹത് സിംഗ് ക്ലിഞ്ചസ് അണ്ടർ 17 ഗേൾസ് സിംഗിൾസ് ടൈറ്റിൽ അറ്റ് ബ്രിട്ടീഷ് ജൂനിയർ ഓപ്പൺ. സോ ബ്രിട്ടീഷ് ജൂനിയർ ഓപ്പൺ 2025 സ്ക്വാഷ് ടൂർണമെന്റ് ആണ്. സോ ഇത് നടന്നത് ബിർമിംഗമിലാണ്. സോ വുമൻസ് അണ്ടർ 17 ടൈറ്റിൽ ഇന്ത്യയുടെ അനഹത് സിംഗ് ആണ് വോൺ ചെയ്തത്. ആരെ ഡിഫീറ്റ് ചെയ്തു? ഈജിപ്തിലെ മല്ലിക എൽക്കറാസിനെ ഡിഫീറ്റ് ചെയ്തിട്ട് അനഹത് സിംഗ് വോൺ ചെയ്തു. അനഹത് സിംഗിന്റെ 3rd ബ്രിട്ടീഷ് ജൂനിയർ ഓപ്പൺ ടൈറ്റിലാണ്. നെക്സ്റ്റ് ന്യൂസ് IHF മെൻസ് യൂത്ത് ആൻഡ് ജൂനിയർ ഹാൻഡ്ബോൾ ട്രോഫി. IHF ഇന്റർനാഷണൽ ഹാൻഡ്ബോൾ ഫെഡറേഷന്റെ മെൻസ് യൂത്ത് ആൻഡ് ജൂനിയർ ട്രോഫിയാണ്. സോ ആ ടൂർണമെന്റിൽ വിന്നറും റണ്ണറും രണ്ട് ടൈപ്പാണ്. യൂത്തും ഉണ്ടായിരുന്നു, ജൂനിയറും ഉണ്ടായിരുന്നു. സോ ജൂനിയർ കാറ്റഗറിയിൽ ഉസ്ബെക്കിസ്ഥാൻ ആണ് വിന്നർ. റണ്ണർ അപ്പ് വരുന്നത് കസക്കിസ്ഥാൻ ആണ്. ദെൻ യൂത്ത് കാറ്റഗറിയിൽ ഉസ്ബെക്കിസ്ഥാൻ വിന്നർ. ദെൻ റണ്ണർ അപ്പ് വരുന്നത് ഇന്ത്യ ആണ്. മാച്ച് നടന്നത് ലക്നൗ, ഉത്തർപ്രദേശിലാണ്. 4 കൺട്രീസ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ബംഗ്ലാദേശ്, കസക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ഇന്ത്യ ആയിരുന്നു ഈ ടൂർണമെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. സോ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുമ്പോൾ അൺപ്രസിഡന്റഡ് 6 വുമൺ ഇൻ AFI അത്ലറ്റിക്സ് കമ്മീഷൻ നീരജ് among 3 മെയിൽ മെമ്പേഴ്സ്. സോ അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലറ്റിക്സ് കമ്മീഷനിൽ ആദ്യമായിട്ടാണ് 6 വുമൺ റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ 3 മെയിൽ മെമ്പേഴ്സും ഉണ്ട്. ഓക്കെ, സോ അതിൽ ഒരു വുമൺ മെമ്പർ ആണ് നമ്മുടെ ലോങ് ജമ്പർ ആയിട്ടുള്ള അഞ്ജു ബോബി ജോർജ്. ഷീ ഈസ് ദ ചെയർപേഴ്സൺ ഓഫ് AFI's അത്ലറ്റിക്സ് കമ്മീഷൻ. ബാക്കി 5 വുമൺ ആരാന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. റണ്ണർ ആയിട്ടുള്ള ജ്യോതിറാമോയെ സിഗ്ദർ, ഡിസ്കസ് ത്രോവർ കൃഷ്ണ പൂനിയ, ഹർഡ്ലർ ആയിട്ടുള്ള MD വത്സമ്മ, ദെൻ സ്റ്റീപ്പിൾ ചേസർ സുധാ സിംഗ് ആൻഡ് റണ്ണർ സുനിത റാണിയാണ് ബാക്കി 5 വുമൺ വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു 3 മെയിൽ ഉണ്ട്. അതിൽ ഒരെണ്ണം നീരജ് ചോപ്ര, ഹീസ് അസോസിയേറ്റഡ് വിത്ത് ജാവലിൻ ത്രോ, നമുക്കറിയാം. ദെൻ അവിനാഷ് സാബ്ലെ സ്റ്റീപ്പിൾ ചേസർ. അതേപോലെ തന്നെ ബഹാദൂർ സിംഗ് സാഗോ,
ഹീസ് എ ഷോട്ട് പുട്ടർ ആൻഡ് ഹീസ് ഓൾസോ AFI പ്രസിഡന്റ് ആണ്. ന്യൂലി എലക്ടഡ് AFI പ്രസിഡന്റ് ആണ് ബഹദൂർ സിംഗ് സാഗുവിനെ നിയമിച്ചത് AFIയുടെ പ്രസിഡന്റ് ആയിട്ട്. മുന്നേ AFIയുടെ പ്രസിഡന്റ് ആയിട്ട് അതിലെ സുമരിവാല ആയിരുന്നു. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുമ്പോൾ നീരജ് ചോപ്ര നെയിംഡ് വേൾഡ്സ് ബെസ്റ്റ് മെയിൽ ജാവലിൻ ത്രോവർ ഇൻ 2024 ബൈ US മാഗസിൻ. നമ്മുടെ ഫേമസ് US ബേസ്ഡ് സ്പോർട്സ് മാഗസിൻ ആയിട്ടുള്ള ട്രാക്ക് ആൻഡ് ഫീൽഡ് ന്യൂസ് മാഗസിൻ നീരജ് ചോപ്രനെ ടോപ്പ് ജാവലിൻ ത്രോവർ ആയിട്ട് നെയിം ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്കറിയാം ചോപ്ര പാരീസ് 2024 ഒളിമ്പിക്സിൽ സിൽവർ മെഡലാണ് വോൺ ചെയ്തത് ജാവലിൻ ത്രോ ഇവന്റ്സ്. സോ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുമ്പോൾ 10-year-old അറ്റിക മീർ സെറ്റ് ടു ബിക്കം ഫസ്റ്റ് ഇന്ത്യൻ ഫീമെയിൽ ടു റേസ് ഇൻ വേൾഡ് സീരീസ് കാർട്ടിംഗ്. സോ വേൾഡ് സീരീസ് കാർട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഫസ്റ്റ് ഇന്ത്യൻ അറ്റിക മീർ 10-year-old ആയിട്ടുള്ള അറ്റിക മീർ ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത്. 3 WSK ചാമ്പ്യൻഷിപ്പ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട് ഈ വർഷം. ഒന്ന് സൂപ്പർ മാസ്റ്റർ സീരീസ്, യൂറോ സീരീസ്, അതുപോലെ തന്നെ ഫൈനൽ കപ്പ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. സോ അധിക മീർ ഓർത്തിരിക്കുക. ദെൻ നെക്സ്റ്റ് ന്യൂസ് വൺ ലൈനർ ന്യൂസ് ആണ്. ഇനോഗ്രൽ എഡിഷൻ ഓഫ് വേൾഡ് പിക്കിൾ ബോൾ ലീഗ് അറ്റ് മുംബൈ. സോ വേൾഡ് പിക്കിൾ ബോൾ അതും ഇനോഗ്രൽ എഡിഷൻ ആണ്, വേൾഡിൽ തന്നെ ആദ്യമായിട്ടാണ്. എവിടെയാണ്? മുംബൈയിലാണ്. നെക്സ്റ്റ് കേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് ബിഗിൻ. സോ 5th എഡിഷന്റെ കേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് തുടങ്ങിയിട്ടുണ്ട്. 2 സ്ഥലത്തായിട്ടാണ് നടക്കുന്നത്. ഒന്ന് ലഡാക്കിലും പിന്നെ ഒരെണ്ണം ജമ്മു ആൻഡ് കാശ്മീരിലാണ്. സോ ജനുവരി 23 to 27 ഫെബ്രുവരി 22 to 25 നടക്കുന്നത്. 2 ഫേസ് ആയിട്ടാണ്. ഒരെണ്ണം ഐസ് ഗെയിംസും ഉണ്ട്, ഒരെണ്ണം സ്നോ ഗെയിംസും ഉണ്ട്. സോ ഫസ്റ്റ് ഫേസിൽ ലഡാക്കിൽ ഐസ് ഗെയിംസ് ആണ് നടക്കുന്നത്. സെക്കൻഡ് ഫേസിൽ ജമ്മു ആൻഡ് കാശ്മീരിൽ സ്നോ ഗെയിംസ് ആണ്. നെക്സ്റ്റ് ഇന്ത്യ ഓപ്പൺ 2025 ബാഡ്മിന്റൺ ടൂർണമെന്റ് ആണ്. അത് എവിടെയായിരുന്നു ഓർഗനൈസ് ചെയ്തത്? ന്യൂഡൽഹിയിൽ. സോ മെൻ സിംഗിൾസ് ടൈറ്റിൽ ആരാണ് ജയിച്ചത്? വിക്ടർ എക്സൽസൺ. ഡെൻമാർക്കിലെ വിക്ടർ എക്സൽസൺ ആണ് മെൻ സിംഗിൾസ് ടൈറ്റിൽ വോൺ ചെയ്തത്. വുമൻ സിംഗിൾസ് ടൈറ്റിൽ വോൺ ചെയ്തത് റിപ്പബ്ലിക് ഓഫ് കൊറിയ ആൻസി യങ് ആണ്. നെക്സ്റ്റ് ഗുജറാത്ത് ഹോസ്റ്റഡ് ഫസ്റ്റ് ഒളിമ്പിക് റിസർച്ച് കോൺഫറൻസ്. സോ ഫസ്റ്റ് ഇന്റർനാഷണൽ ഒളിമ്പിക് റിസർച്ച് കോൺഫറൻസ് ഗുജറാത്തിലാണ് ഓർഗനൈസ് ചെയ്തത്. ജനുവരി 27 to 30 ഓർഗനൈസ് ചെയ്തു. നെക്സ്റ്റ് ന്യൂസ് പറയുമ്പോൾ കളരിപ്പയറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഓൺലി ആസ് എ ഡെമോൺസ്ട്രേഷൻ ഇവന്റ് ഇൻ ദ 38th നാഷണൽ ഗെയിംസ്. സോ ഇപ്രാവശ്യം 38th എഡിഷൻ ആണ് നാഷണൽ ഗെയിംസിന്റെ. സോ അത് എവിടെയാണ് നടക്കുന്നത്? സോ കഴിഞ്ഞ പ്രാവശ്യം 37th നാഷണൽ ഗെയിംസ് നടന്നത് ഗോവയിലാണ്. സോ സമയത്ത് കളരിപ്പയറ്റ് ട്രഡീഷണൽ ആർട്ടാണ് കളരിപ്പയറ്റ്. കോമ്പറ്റീറ്റീവ് സ്പോർട്ട് 37th എഡിഷൻ, അത് കഴിഞ്ഞ പ്രാവശ്യത്തെ നാഷണൽ ഗെയിംസിൽ. പക്ഷെ ഇപ്രാവശ്യം 38th എഡിഷൻ അതൊരു ഡെമോൺസ്ട്രേഷൻ സ്പോർട്ട് ആയിട്ടാണ് അവർ ഡെപിക്ട് ചെയ്യുന്നത്. ഏതിനെ? കളരിപ്പയറ്റിനെ. സോ അതാണ് നമ്മുടെ സ്പോർട്സ് ന്യൂസ്. നമുക്ക് ഇനി അവാർഡ്സ് ന്യൂസിലേക്ക് പോവാം. സോ ഫസ്റ്റ് ന്യൂസ് പറയുമ്പോൾ ഗോൾഡൻ ഗ്ലോബ്സ് വിന്നേഴ്സ് 2025. സോ ഗോൾഡൻ ഗ്ലോബ് ഇന്റർനാഷണൽ ഫിലിംസിനും അതേപോലെ ടെലിവിഷൻ സീരീസിനൊക്കെ കൊടുക്കുന്ന ഒരു മേജർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവാർഡാണ് ഗോൾഡൻ ഗ്ലോബ്സ് എന്ന് പറയുന്നത്. ഇപ്രാവശ്യത്തെ 82nd എഡിഷൻ ആണ്. എവിടെ നടന്നത്? കാലിഫോർണിയയിൽ. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹോസ്റ്റ് ചെയ്തത് ഗോൾഡൻ ഗ്ലോബ്സ് അവാർഡ് ഹോസ്റ്റ് ചെയ്തത് നിക്കി ഗ്ലേസർ ആണ്. ഒരു കൊമേഡിയൻ ആണ് നിക്കി ഗ്ലേസർ. ഷീ ഈസ് ദ ഫസ്റ്റ് ടൈം എ വുമൺ ഈസ് സോളോ ഹോസ്റ്റിംഗ് ദ ഷോ. സോ സോളോ ആയിട്ട് ഹോസ്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് വുമൺ ആണ് നിക്കി ഗ്ലേസർ. ഷീ ഈസ് എ കൊമേഡിയൻ. സോ ഇന്ത്യയിൽ നിന്ന് തന്നെ നോമിനേഷൻ പോയിട്ടുണ്ടായിരുന്നു ഗോൾഡൻ ഗ്ലോബ്സ്. ഇന്ത്യയിൽ നിന്ന് നോമിനേഷൻ പോയത് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്, പായൽ കബാഡിയയുടെ ഫിലിം ആയിട്ടുള്ള ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ആയിരുന്നു നോമിനേഷൻ പോയത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് വോൺ ചെയ്യാൻ പറ്റില്ല. സോ പായൽ കബാഡിയ ഏത് പോസ്റ്റിലേക്കായിരുന്നു? ബെസ്റ്റ് ഡയറക്ടറിനെ ആയിരുന്നു നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ വോൺ ചെയ്തത് ആരാണ്? ബ്രാഡി കോർബറ്റ് ആണ് വോൺ ചെയ്തത്. ഹി ഈസ് എ ഡയറക്ടർ ഓഫ് ഏത് ഫിലിം? ദ ബ്രൂട്ടലിസ്റ്റ്. പിന്നെ അതേപോലെ തന്നെ എമീലിയ പെറേസ് വിൻസ് ബെസ്റ്റ് മോഷൻ പിക്ചർ നോൺ ഇംഗ്ലീഷ് ലാംഗ്വേജ്. സോ ആ പോസ്റ്റിലേക്ക് തന്നെയായിരുന്നു ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റും നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡ്സ് നോക്കാം. ബെസ്റ്റ് ഫിലിം ഡ്രാമ ഇത് ദ ബ്രൂട്ടലിസ്റ്റ് ആണ്. അതേപോലെ തന്നെ ബെസ്റ്റ് ഡയറക്ടർ, ബ്രൂട്ടലിസ്റ്റിന്റെ ഡയറക്ടർ ബ്രാഡി കോർബറ്റിനാണ് ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് കിട്ടിയത്. ബെസ്റ്റ് ഫിലിം മ്യൂസിക്കൽ ഓർ കോമഡി എമീലിയ പെറേസ് ആണ്. അതേപോലെ ബെസ്റ്റ് നോൺ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫിലിം ഏതാ? എമീലിയ പെറേസ്. ബെസ്റ്റ് അനിമേറ്റഡ് ഫിലിം ഏതാണ്? ഫ്ലോ. അതേപോലെ തന്നെ ബെസ്റ്റ് ആക്ട്രസ് ഡ്രാമ ആർക്കാണ്? ഫെർണാണ്ട ടോറസ്, ഐ ആം സ്റ്റിൽ ഹിയർ മൂവിയിലത്തെ ഫെർണാണ്ട ടോറസ്. ബെസ്റ്റ് ആക്ടർ ഡ്രാമ അഡ്രിയൻ ബ്രോഡി, ദ ബ്രൂട്ടലിസ്റ്റ്. സോ നെക്സ്റ്റ് അവാർഡ് നോക്കാം. TM കൃഷ്ണ കംഫോർട്ട് സംഗീത കലാനിധി ടൈറ്റിൽ. TM കൃഷ്ണ ഒരു ഫേമസ് ആയിട്ടുള്ള കർണാട്ടിക് മ്യൂസീഷ്യൻ ആണ്. സോ ഹി ഈസ് കംഫോർട്ട് വിത്ത് വാട്ട്? സംഗീത കലാനിധി ടൈറ്റിൽ. കർണാട്ടിക് മ്യൂസിക്കിലെ ഒരു ഹയസ്റ്റ് ഓണർ ആണ് സംഗീത കലാനിധി ടൈറ്റിൽ. ഓക്കെ,
നെക്സ്റ്റ്, സായ് പരഞ്ച്ഭായ് കൺഫേർഡ് വിത്ത് പത്മപാണി ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്. നമ്മുടെ അജന്ത എല്ലോറയിലെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് അവർ പത്മപാണി ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കൊടുക്കുന്നുണ്ട്. സോ അതിൽ വോൺ ചെയ്ത ഫേമസ് ഡയറക്ടർ റൈറ്റർ ആയിട്ടുള്ള സായ് പരഞ്ച്ഭായ് ആണ് പത്മപാണി ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഹോൾഡർ. ദെൻ ഇപ്രാവശ്യത്തെ 10th എഡിഷൻ ആണ് മഹാരാഷ്ട്രയിൽ പ്രോഗ്രാം. ദെൻ സായ് പരഞ്ച്ഭായ് എന്ന് പറയുമ്പോൾ ഷീ ഈസ് ദ 4-time നാഷണൽ അവാർഡ് വിന്നർ. ഷീ ഈസ് ഓൾസോ awarded പത്മഭൂഷൺ ഇൻ 2006 പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട്. സോ നെക്സ്റ്റ് ന്യൂസ് പറയുമ്പോൾ ഒഡിയ പോയിറ്റ് പ്രതിഭ സത്പതി കൺഫേർഡ് വിത്ത് ഗംഗാധർ നാഷണൽ അവാർഡ്. സോ ഗംഗാധർ നാഷണൽ അവാർഡ് ഒഡിയ പോയിറ്റ് ആയിട്ടുള്ള പ്രതിഭ സത്പതിക്കാണ് കൺഫർ ചെയ്തിരിക്കുന്നത്. ഗംഗാധർ നാഷണൽ അവാർഡ് ഫോർ പോയട്രി 2023 ഇതാണ് അവാർഡിന്റെ പേര്. നെക്സ്റ്റ്, പ്രസിഡന്റ് കൺഫേഴ്സ് പ്രവാസി ഭാരതീയ സമ്മാൻ അവാർഡ് അറ്റ് 18th പ്രവാസി ഭാരതി ദിവസ് 2025. സോ പ്രസിഡന്റ് ദ്രൗപദി 27 റെസിപ്പിയൻസിന് പ്രവാസി ഭാരതി സമ്മാൻ അവാർഡ്സ് കോൺഫർ ചെയ്തിട്ടുണ്ട്. സോ 18th പ്രവാസി ഭാരതി ദിവസിന്റെ കൺവെൻഷൻ ഭുവനേശ്വർ ഒഡീഷയിലാണ്. സോ അതിന്റെ ഭാഗമായിട്ടാണ് 27 റെസിപ്പിയൻസിന് അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ പ്രവാസി ഭാരതി ദിവസിന്റെ കൺവെൻഷന്റെ തീം എന്തായിരുന്നു? ഡയസ്പോറാസ് കൺട്രിബ്യൂഷൻ ടു എ വികസിത് ഭാരത്. ഇത് ഓർഗനൈസ് ചെയ്ത ആരാണ്? ഓർഗനൈസ്ഡ് ബൈ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. 9th ജനുവരി, അതായത് സിൻസ് 2003 9th ജനുവരി ദിവസം നമ്മൾ ഇന്ത്യയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അത് ആ ഡേറ്റ് ചൂസ് ചെയ്യാൻ കാരണം എന്താ? മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യക്ക് റിട്ടേൺ ചെയ്തത് ആ ഒരു ടൈമിലായിരുന്നു, 1915 9th ജനുവരിയിലായിരുന്നു. സോ അതാണ് ആ ഡേറ്റ് ചൂസ് ചെയ്തിരിക്കുന്നത്. സോ സിൻസ് 2015 തൊട്ടിട്ട് ഈ പ്രവാസി ഭാരതീയ ദിവസ് എവറി 2 ഇയേഴ്സിലാണ് കമമറേറ്റ്. നെക്സ്റ്റ് ഒരു അവാർഡ് നോക്കാം, ഇൻഫോസിസ് പ്രൈസ് 2024. ഇൻഫോസിസ് പ്രൈസ് 2024 അവാർഡ് കൊടുക്കുന്നത് ഇൻഫോസിസ് സയൻസ് ഫൗണ്ടേഷൻ ആണ്, ISF. സോ ഇൻഫോസിസ് പ്രൈസ് 2024 ഹോണേഴ്സ് 6 റിസർച്ചേഴ്സ് അണ്ടർ 40 ഏജിലുള്ള 6 റിസർച്ചേഴ്സിന് അവർ ഹോണർ കൊടുത്തിട്ടുണ്ട്. ഏത് ഫീൽഡിൽ? റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ഫീൽഡ്. ആരൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റിന് അരുൺ ചന്ദ്രശേഖർ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടാണ്. ശ്യാം ഗൊല്ലക്കോട്ട എഞ്ചിനീയറിംഗ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്. ദെൻ മഹ്മൂദ് കൂരിയ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ്. ദെൻ സിദേശ് കാമത്ത് ലൈഫ് സയൻസസ്. നീന ഗുപ്ത മാത്തമാറ്റിക്കൽ സയൻസ്. ദെൻ വേദിക കെമാനി ഫിസിക്കൽ സയൻസസ്. സോ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുമ്പോൾ കിരൺ റിജു കൺഫേഴ്സ് 34th നാഷണൽ യൂത്ത് പാർലമെന്റ് അവാർഡ്സ്. സോ കിരൺ റിജു, യൂണിയൻ മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സ് ആൻഡ് പാർലമെന്ററി അഫയേഴ്സ്, കിരൺ റിജു 34th നാഷണൽ യൂത്ത് പാർലമെന്റ് അവാർഡ്സ് കോൺഫർ ചെയ്തിട്ടുണ്ട്. സോ ആരാണ് വോൺ ചെയ്തത്? സ്റ്റുഡൻസ് ഓഫ് PM ശ്രീ കേന്ദ്രീയ വിദ്യാലയ IIT ഖരഗ്പൂർ കൊൽക്കത്ത, അവിടുത്തെ സ്റ്റുഡൻസ് ആണ് വോൺ ചെയ്തത്. നെക്സ്റ്റ്, INCOIS honored with സുഭാഷ് ചന്ദ്രബോസ് ആപ്ദ പ്രബന്ധൻ പുരസ്കാർ 2025. So INCOIS, Indian National Center for Ocean Information Services, ഇവർ സുഭാഷ് ചന്ദ്രബോസ് ആപ്ദ പ്രബന്ധൻ പുരസ്കാർ 2025 കൺഫർ ചെയ്തിരിക്കുന്നത്, അവർക്കാണ് കിട്ടിയത്. ആക്ച്വലി ഈ അവാർഡ് കൊടുക്കുന്നത് നമ്മൾ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിലൊക്കെ എക്സലന്റ് വർക്ക് കാണിക്കുന്ന ഈ അവാർഡ് കോൺഫർ ചെയ്യുന്നത്. നെക്സ്റ്റ്, അതാണ് അവാർഡ്സ് ന്യൂസ്. നമുക്കിനി ഡിഫൻസ് ന്യൂസ് നോക്കാം. സോ ഫസ്റ്റ് ന്യൂസ് നമുക്ക് നോക്കാം. DRDO's മൾട്ടി ലെയർ ക്ലോത്തിങ് സിസ്റ്റം ഹിം കവച് ക്ലിയേഴ്സ് യൂസർ ട്രയൽസ്. സോ DRDO, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, ഒരു ഹിം കവച് എന്ന് പറയുന്നത് മൾട്ടി ലെവർ ക്ലോത്തിങ് സിസ്റ്റം ആണ്. ഇപ്പൊ സോൾജേഴ്സിന് വേണ്ടിയിട്ടുള്ള ഹൈ കോൾഡ് ലെവർ വെതറിൽ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മൾട്ടി ലെയർ ക്ലോത്തിങ് സിസ്റ്റം ആണ് എന്ത്? ഹിം കവച്. ഹിം കവച് they can protect soldier from +20°C to -60°C ടെമ്പറേച്ചർ വരെ ഈ ഹിം കവച് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. സോ അതിന്റെ ട്രയൽ ഒക്കെ എന്താ പറയുക ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. സോ അതിന് ലോഞ്ച് ചെയ്യും. നെക്സ്റ്റ് ന്യൂസ്, ഇൻഡിജീനിയസ് ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ നാഗ് MK2 റെഡി ഫോർ ഇൻഡക്ഷൻ, DRDO. സോ ഇൻഡിജീനിയസ്ലി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ ആയിട്ടുള്ള നാഗ് MK2 എന്താണ് അത് ഇൻഡക്ട് ചെയ്തിരുന്നു. അത് DRDO പറഞ്ഞു അത് ഇൻഡക്ഷൻ ആയിട്ടുണ്ട്. സോ നാഗ് മിസൈൽസിന് മിനിമം 500 meters റേഞ്ചും അതേപോലെ തന്നെ മാക്സിമം റേഞ്ച് 7 to 10 kilometers ആണ്. നെക്സ്റ്റ്, ഫ്രഞ്ച് എയർക്രാഫ്റ്റ് കാരിയർ ചാൾസ് ഡി ഗോലെ അറൈവ്സ് ഇൻ ഗോവ ഫോർ നാവൽ എക്സസൈസ് വരുണ. സോ നാവൽ എക്സസൈസ് എന്ന് പറഞ്ഞ വരുണ, അതിന്റെ ഭാഗമായിട്ട് ഫ്രഞ്ച് എയർക്രാഫ്റ്റ് ആയിട്ടുള്ള ചാൾസ് ഡി ഗോലെ ഗോവയിൽ അറൈവ് ചെയ്തിട്ടുണ്ട്. സോ വരുണ എന്ന് പറയുന്നത് നാവൽ എക്സസൈസ് ആണ്. ജനുവരിയിലാണ് ടേക്ക് പ്ലേസ് ചെയ്തത്. അറേബ്യൻ സീയിലായിരുന്നു. സോ 2025 വരുണ നാവൽ എക്സസൈസ്. വരുണ എക്സസൈസ് എന്ന് പറയുന്നത് ബൈലാറ്ററൽ നേവി എക്സസൈസ് ആണ്. ബൈലാറ്ററൽ എന്ന് പറയുമ്പോൾ 2 nations ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. സോ ഇന്ത്യയും
ഫ്രാൻസും ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അവരുടെ നേവിക്കാരുടെ തമ്മിലുള്ള എക്സസൈസ് ആണ് വരുണ. സോ ഇറ്റ് വാസ് നെയ്മഡ് ഇൻ വരുണ ഇൻ 2001. 1993 തൊട്ടിട്ട് ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ നേവൽ എക്സസൈസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. 2001 തൊട്ടിട്ടാണ് വരുണ എന്ന പേര് കൊടുത്തത്. പിന്നെ 2024 കഴിഞ്ഞ പ്രാവശ്യം നടന്ന എവിടെയാണ്? മെഡിറ്ററേനിയൻ സീലാണ്. അതേപോലെ ഇന്ത്യയും ഫ്രാൻസുമായിട്ട് വേറെ എക്സസൈസ് ഉണ്ട്. അതായത് ഗരുഡ എയർ എക്സസൈസ് ആണ്. അതേപോലെ ശക്തി ആർമി എക്സസൈസ് ആണ്. നെക്സ്റ്റ്, ഭാരതീയ വായുവൻ അധിനിയം 2024 റീപ്ലേസസ് എയർക്രാഫ്റ്റ് ആക്ട് ഓഫ് 1934. സോ നമുക്ക് എയർക്രാഫ്റ്റ് ആക്ട് ഓഫ് 1934 മൊത്തമായിട്ട് റീപ്ലേസ് ചെയ്തിട്ട് പുതിയൊരു ആക്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഏതാണ്? ഭാരതീയ വായുവൻ അധിനിയം 2024. ആക്ച്വലി ഈ പുതിയ ആക്ട് എന്ന് പറയുമ്പോൾ ഇതിന്റെ ന്യൂ റെഗുലേഷൻ എന്ന് പറയുമ്പോൾ ടു പ്രൊട്ടക്ട് പാസഞ്ചർ റൈറ്റ്സ്, ടു പ്രൊമോട്ട് ഇൻവെസ്റ്റ് ഇൻ ദിസ് സെക്ടർ ആൻഡ് ടു ക്രിയേറ്റ് efficient online mechanism to address passenger grievances, then promote aircraft manufacture. Actually, എയർക്രാഫ്റ്റ് ആക്ട് ഓഫ് 1934 90-year-old ആക്ട് ആണ്. ഇത് ആക്ച്വലി 21 ടൈംസ് അമെൻമെന്റ് ഉണ്ട്. അപ്പൊ ആക്ച്വലി 21 ടൈംസ് അമെൻമെന്റ് നടക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങൾ ഈ ആക്ടിനുണ്ട്. സോ ഇപ്പൊ ആ ആക്ട് മൊത്തം റീപ്ലേസ് ചെയ്തിട്ട് പുതിയ ആക്ട് അതിന്റെ എല്ലാം ഡ്രോബാക്സ് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് പുതിയ ആക്ട് ആണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്, ഭാരതീയ വായുവൻ അധിനിയം 2024. Next news, India has successfully tested the Bhargavastra, its first indigenous micro-missile system designed to counter swarm drones. So Bhargavastra എന്താ? ഇന്ത്യയുടെ ഫസ്റ്റ് ഇൻഡിജിനസ് മൈക്രോ മിസൈൽ സിസ്റ്റം ആണ്. ടു കൗണ്ടർ സ്വാം ഡ്രോൺസിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ഇൻഡിജിനിയസ്ലി ബിൽറ്റ് ആയിട്ടുള്ള മൈക്രോ മിസൈൽ സിസ്റ്റം ആണ് എന്ത്? ഭാർഗവസ്ത്ര. ഇത് ഡെവലപ്ഡ് ബൈ എക്കണോമിക് എക്സ്പ്ലോസീവ്സ് ലിമിറ്റഡ്. സോ അതാണ് ഭാർഗവസ്ത്ര, ഓർത്തിരിക്കുക. സോ നെക്സ്റ്റ് ന്യൂസ്, INS Mumbai participates in multinational exercise La Perouse. So INS Mumbai ഇൻഡിജിനിയസ്ലി ഡിസൈൻഡ് ആയിട്ടുള്ള മിസൈൽ ഡിസ്ട്രോയർ ആണ്. സോ 5th എഡിഷൻ ഓഫ് മൾട്ടിനാഷണൽ എക്സസൈസ് ലാ പെറോസ് എന്ന് പറയുന്നത് ഒരു മൾട്ടിനാഷണൽ നേവൽ എക്സസൈസ് ആണ്. സോ അത് January 16 to January 24 അത് കണ്ടക്ട് ചെയ്തു. മൾട്ടിനാഷണൽ എന്ന് പറയുമ്പോൾ മോർ ദാൻ 2 നാഷൻ ആ എക്സസൈസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഏതൊക്കെയാണ്? റോയൽ ഓസ്ട്രേലിയൻ നേവി ഉണ്ട്, അതുപോലെ ഫ്രഞ്ച് നേവി, റോയൽ നേവി, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേവി, ഇന്തോനേഷ്യൻ നേവി, റോയൽ മലേഷ്യൻ നേവി, റിപ്പബ്ലിക് ഓഫ് സിംഗപ്പൂർ നേവി, റോയൽ കനേഡിയൻ നേവി. സോ ഇത് 2 ഫേസ് ആയിട്ട് നടക്കുന്നുണ്ട്. ഫസ്റ്റ് ഫേസ് January 16 to January 20. എവിടെയായിരുന്നു അത്? ഇറ്റ് ഫോക്കസസ് ഓൺ മലാക്ക ആൻഡ് സുണ്ട സ്ട്രേറ്റ്സ്. ഈ മലാക്ക ആൻഡ് സുണ്ട സ്ട്രേറ്റ്സ് ദേ ആർ ദ ക്രൂഷ്യൽ സീ ലെയിൻസ് കണക്ടിങ് ഇന്ത്യൻ ഓഷനും പസഫിക് ഓഷനും കണക്ട് ചെയ്യുന്ന ക്രൂഷ്യൽ സീ ലെയിൻസ് ആണ് മലാക്ക ആൻഡ് സുണ്ട സ്ട്രേറ്റ്സ്. സെക്കൻഡ് ഫേസ് എവിടെയാണ്? ലോംബോക് സ്ട്രേറ്റിലായിരുന്നു. സോ ലാ പെറോസ് മൾട്ടിനാഷണൽ എക്സസൈസ് ആണ്. ഇന്ത്യയിൽ നിന്ന് ആരാണ് പോയത്? INS മുംബൈ. നെക്സ്റ്റ് വീണ്ടും ഒരു എക്സസൈസ് ആണ്. ഇന്ത്യൻ ആംഡ് ഫോഴ്സസ് കണ്ടക്ടഡ് എക്സസൈസ് ഡെവിൽ സ്ട്രൈക്ക് ഫ്രം January 16 to 19. സോ ഇന്ത്യൻ ആർമിയും അതേപോലെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സും തമ്മിലുള്ള ഒരു എക്സസൈസ് ആണ് എന്ത്? ഡെവിൽ സ്ട്രൈക്ക്. ഓക്കെ, എക്സസൈസ് ഡെവിൽ സ്ട്രൈക്ക്. ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ എയർഫോഴ്സും തമ്മിലുള്ള എക്സസൈസ് ആണ് ഡെവിൽ സ്ട്രൈക്ക്. നെക്സ്റ്റ് ന്യൂസ്, CRPF VIP സെക്യൂരിറ്റി ഗ്രൂപ്പ് എസ്റ്റാബ്ലിഷ്ഡ്. സോ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പാർലമെന്റ് ഡ്യൂട്ടി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു. ഒരു CRPFന്റെ അണ്ടറിൽ വരുന്ന ഒരു സ്പെഷ്യൽ യൂണിറ്റ് ആണ് പാർലമെന്റ് ഡ്യൂട്ടി ഗ്രൂപ്പ്. ഇത് ആക്ച്വലി 1400 പേഴ്സണൽ കംപ്രൈസ് ചെയ്യുന്നത് ഈ പാർലമെന്റ് ഡ്യൂട്ടി ഗ്രൂപ്പിൽ. ഇത് വിഡ്രോൺ ചെയ്തായിരുന്നു. എന്തിനാ? ഫ്രം ദ സെക്യൂരിറ്റി ഓഫ് പാർലമെന്റ് ലാസ്റ്റ് ഇയർ. സോ ഇത് ആക്ച്വലി അവരുടെ ചുമതല എന്ന് പറയുമ്പോൾ പാർലമെന്റിലെ സെക്യൂരിറ്റി ആയിരുന്നു. സോ അവര് ആ പൊസിഷനിൽ വിഡ്രോ ചെയ്തായിരുന്നു. സോ ഇപ്പോൾ പാർലമെന്റ് ഡ്യൂട്ടി ഗ്രൂപ്പ് ആരായിട്ട് മെർജ് ചെയ്തു? VIP സെക്യൂരിറ്റി ഗ്രൂപ്പ് VSG ആയിട്ട് മെർജ് ചെയ്തു. ഇപ്പൊ ഈ ഓർഡർ ഇഷ്യൂ ചെയ്തത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ് ഇഷ്യൂ ചെയ്തത്. സോ ഈ VIP സെക്യൂരിറ്റി ഗ്രൂപ്പ് ഇല്ലേ, അതും CRPFന്റെ അണ്ടറിൽ വരുന്നതാണ്. സോ നെക്സ്റ്റ് ന്യൂസ്, ഭാരത് റൺഭൂമി ദർശൻ. സോ ഭാരത് റൺഭൂമി ദർശൻ ആപ്പ്, ഇതൊരു ആപ്പ് ആണ്. ആരാണ് ലോഞ്ച് ചെയ്തത്? ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള രാജ്നാഥ് സിംഗ് ആണ്. സോ ആർമി ഡേ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് January 15 നമ്മുടെ ഇന്ത്യൻ ആർമി സെലിബ്രേഷൻസ് നടന്നത്. സോ അതിന്റെ ഭാഗമായിട്ട് ഭാരത് റൺഭൂമി ദർശൻ ആപ്പ് ഡിഫൻസ് മിനിസ്റ്റർ ലോഞ്ച് ചെയ്തു, രാജ്നാഥ് സിംഗ്. അത് എന്തിനായിരുന്നു? To explore the country's wartime history, major wars, major battlefields, അതുപോലെ മേജർ ബോർഡേഴ്സ്. സോ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത്. ഇത് ഡെവലപ്പ് ചെയ്തത് ആരാണ്? മിനിസ്ട്രി ഓഫ് ഡിഫൻസും ഇൻ കൊളാബറേഷൻ വിത്ത് മിനിസ്ട്രി ഓഫ് ടൂറിസം. 2 മിനിസ്ട്രി ഉൾപ്പെട്ടിട്ടാണ് ഭാരത് റൺഭൂമി ദർശൻ ആപ്പ് ലോഞ്ച് ചെയ്തത്.
സോ നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. അതാണ് നമ്മുടെ സ്കീംസ്. നമ്മൾ ന്യൂസിൽ ഇപ്പോൾ കാണുന്ന കുറച്ച് സ്കീംസ് ആണ് നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫസ്റ്റ് നമുക്ക് നോക്കാം. നിതിൻ ഗഡ്കരി അനൗൺസസ് നാഷണൽ വൈഡ് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് സ്കീം ഫോർ റോഡ് ആക്സിഡന്റ് വിക്ടിംസ്. നിതിൻ ഗഡ്കരി, മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ്. സോ മിനിസ്റ്റർ ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് ആണ് നിതിൻ ഗഡ്കരി. സോ ഹി അനൗൺസ് എന്താണ് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ഫോർ റോഡ് ആക്സിഡന്റ് വിക്ടിംസ്. സോ റോഡ് ആക്സിഡന്റ് വിക്ടിംസിന് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ഓഫർ ചെയ്യുന്നുണ്ട്. മാക്സിമം എമൗണ്ട് എത്രയാണ് ഓഫർ ചെയ്യുന്നത്? 1.5 lakh. മാക്സിമം പീരീഡ് എത്ര? 7 ദിവസത്തിനാണ് ഇവർ ഓഫർ ചെയ്യുന്നത്. സോ 1.5 lakh 7 ദിവസത്തിന്. ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു എല്ലാ എന്താ പറയുക ആക്സിഡൻറ്റിന് അപ്ലിക്കബിൾ ആണ്. ഏത് ടൈപ്പ് ഓഫ് റോഡ് ആണെങ്കിലും ശരി, അതല്ലാത്തിനും അപ്ലിക്കബിൾ ആണ്. സോ ഇത് ഇംപ്ലിമെന്റിംഗ് ഏജൻസി ആരാണ്? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, NHA ആണ് ഈ സ്കീം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നിതിൻ ഗഡ്കരി വേറൊരു സ്കീമും കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പാൻ ഇന്ത്യയിൽ ഡ്രൈവർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സെറ്റപ്പ് ചെയ്യാൻ. സോ അത് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസെന്റീവ്സ് ഈ സ്കീമിന് അണ്ടർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ DTIs, അതായത് ഡ്രൈവർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സും അതേപോലെ തന്നെ ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് സ്റ്റേഷൻസും ഈ വണ്ടിയുടെ കണ്ടീഷൻസ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, വെഹിക്കിളിന്റെ കണ്ടീഷൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് സ്റ്റേഷൻസും. സോ ഇത് രണ്ടും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിതിൻ ഗഡ്കരി സ്കീം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഇൻസെന്റീവ്സ് പ്രൊവൈഡ് ചെയ്യും. സോ നെക്സ്റ്റ് ന്യൂസ് നോക്കാം. ഒഡീഷ ബിക്കംസ് 34th സ്റ്റേറ്റ് ടു ഇംപ്ലിമെന്റ് ആയുഷ്മാൻ ഭാരത് പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന സ്കീം. അതാണ് ABPMJAY. സോ ഒഡീഷ 34th സ്റ്റേറ്റ് ആണ് ഏത് സ്കീം ഇംപ്ലിമെന്റ് ചെയ്യാൻ? ആയുഷ്മാൻ ഭാരത് പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന. ജൻ ആരോഗ്യ യോജന, ആരോഗ്യം എന്ന് വെച്ച് പറയുമ്പോൾ അങ്ങനെ ആ വേർഡ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഹെൽത്ത് റിലേറ്റഡ് ആണ്, ഒരു ഹെൽത്ത് കവറേജ് സ്കീമാണ് ആക്ച്വലി. സോ ഒഡീഷയിൽ ഓൾറെഡി ഒരു ഗോപാന്തു ജൻ ആരോഗ്യ യോജന എന്ന് പറയുന്ന സ്കീം ഉണ്ടായിരുന്നു. സോ അതിപ്പോ ഈ സ്കീമിന്റെ അണ്ടറിലായിരിക്കും വരിക. ആയുഷ്മാൻ ഭാരത് പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന സ്കീമിന്റെ. സോ ഈ സ്കീമിൽ ഒരു ഫാമിലിക്ക് 5 lakh പെർ ഫാമിലി നമ്മൾ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കും. പിന്നെ അതേപോലെ തന്നെ വുമൺ മെമ്പർ ആണെങ്കിൽ ഒരു അഡീഷണൽ 5 lakhs കൂടി കൊടുക്കും ഇത് കൂടാണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈ സ്കീം നമുക്ക് ജസ്റ്റ് നോക്കാം. ABPMJAY ലോഞ്ച് ചെയ്തിരിക്കുന്നത് 23rd September 2018 ലോഞ്ച് ചെയ്തിരിക്കുന്നത്. വേൾഡ്സ് ലാർജസ്റ്റ് ഹെൽത്ത് കവറേജ് സ്കീമാണ്. അതുമാത്രമല്ല ഇറ്റ് ഈസ് ഫുള്ളി ഫിനാൻസ്ഡ് ബൈ ദ ഗവൺമെന്റ്. പിന്നെ ഫാസ്റ്റസ്റ്റ് ടു ഇംപ്ലിമെന്റ് സിൻസ് കൺസെപ്ഷൻ, പെട്ടെന്ന് തന്നെ ഇംപ്ലിമെന്റ് ചെയ്ത ഒരു സ്കീമും കൂടിയാണ്. അതേപോലെ തന്നെ ഈ സ്കീം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഫുള്ളി ഡിജിറ്റൈസ്ഡ് സ്കീമാണ്. 40% ഓഫ് ഇന്ത്യൻ പോപ്പുലേഷനെ കവർ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഓഫേഴ്സ് എസ് ഇൻഷുർഡ് ഓഫ് ₹5 lakh പെർ ഫാമിലിക്ക്, 5 ലക്ഷം രൂപ ഒരേ ഫാമിലിക്ക് ഇത് ഓഫർ ചെയ്യുന്നുണ്ട്. നോഡൽ ഏജൻസി ഏതാണ്? ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഏജൻസി നാഷണൽ ഹെൽത്ത് അതോറിറ്റി ആണ് ഇംപ്ലിമെന്റ് ചെയ്യുക. സോ ഇതിന്റെ ഫണ്ടിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 60:40 റേഷ്യോ, അതായത് 60 എന്ന് പറയുന്നത് 60% ഫണ്ടിങ് സെൻട്രൽ ഗവൺമെന്റും അതേപോലെ തന്നെ 40% സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് കൊടുക്കുന്നത്. സോ 60:40 റേഷ്യോ എല്ലാ സ്റ്റേറ്റിനും അതേപോലെ തന്നെ യൂണിയൻ ടെറിട്ടറീസ് വിത്ത് ദെയർ ഓൺ ലെജിസ്ലേച്ചറിനും ആണ് 60:40 റേഷ്യോ വരുന്നത്. പിന്നെ 90:10 റേഷ്യോ വരുന്നത് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സ്, അതേപോലെ പിന്നെ ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്. 100% സെൻട്രൽ ഫണ്ടിങ് വരുന്നത് എവിടെയാണ്? യൂണിയൻ ടെറിട്ടറീസ് വിത്തൗട്ട് ലെജിസ്ലേച്ചറിന് സെൻട്രൽ ഗവൺമെന്റ് ഫുൾ ഫണ്ട് ഇടും. അതേപോലെ തന്നെ സ്റ്റേറ്റിൽ ഈ സ്കീം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി ആണ് സ്റ്റേറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യുക. ഓക്കെ, ഇത് പറയുന്നത് എൻടൈറ്റിൽമെന്റ് ബേസ്ഡ് സ്കീമാണ്. ഇത് ആക്ച്വലി ഈ സ്കീമിന്റെ ബെനിഫിഷ്യറീസ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യോ എക്കണോമിക് സെൻസസിലുള്ള ബെനിഫിഷ്യറീസ്. അത് നമ്മൾ ആ സെൻസസിന് അണ്ടർ 2011 സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസിന്റെ അണ്ടറിൽ വരുന്നവർക്കാണ് ഈ സ്കീം അപ്ലിക്കബിൾ ആയിരിക്കുന്നത്. പക്ഷേ 2011 സെൻസസ് നടന്നത്. സോ അതല്ലാണ്ട് കുറെ ബെനിഫിഷ്യറീസും ഇതിൽ ആഡ് നോൺ ബെനിഫിഷ്യറീസിന് ഇതിലേക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് ആഡ് ആക്കാൻ പറ്റും. സോ അത് പവറും കൂടി ഈ സ്കീമിലുണ്ട്. അതുകൊണ്ടാണ് എൻടൈറ്റിൽമെന്റ് ബേസ്ഡ് സ്കീം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ന്യൂസ് നമുക്ക് നോക്കാം. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന PMKSY. സോ ഈ സ്കീം നമ്മൾ ന്യൂസിൽ വന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ സ്കീം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ കൃഷി സിഞ്ചായി യോജന, കൃഷി എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചർ റിലേറ്റഡ്. സോ ഈ സ്കീമിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് വാട്ടർ കൺസർവേഷനും അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടുള്ള വാട്ടർ പ്രൊവൈഡ് ചെയ്യുക. സോ അതിൻ്റെതായിട്ട് നോക്കാം. സോ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് അപ്രൂവ്ഡ് 56 ന്യൂ വാട്ടർ ഷെഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട്സ് across 10 high-performing states with budgets of ₹700 crore. സോ ഈ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്.
ഓക്കെ, നമുക്ക് സ്കീം രണ്ട് തരത്തിലുണ്ട്. സെൻട്രൽ സെക്ടർ സ്കീമുണ്ട്, സെൻട്രലി സ്പോൺസേർഡ് സ്കീമുണ്ട്. സെൻട്രൽ സെക്ടർ സ്കീം എന്ന് പറയുമ്പോൾ ഫുൾ ഫണ്ടും സെൻട്രൽ ഗവൺമെന്റ് സ്പോൺസർ ചെയ്യും. സെൻട്രൽ സ്പോൺസേർഡ് സ്കീം എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് ശതമാനം മാത്രമാണ് സെൻട്രൽ ഗവൺമെന്റ്, ബാക്കി ശതമാനം സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഈ സ്കീം ലോഞ്ച് ചെയ്തിരിക്കുന്നത് എന്നാണ് 2015. ഇംപ്ലിമെന്റഡ് ബൈ 3 മിനിസ്ട്രീസ് വരുന്നുണ്ട് ഇതിൽ. ഏതൊക്കെയാണ്? മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ്, മിനിസ്ട്രി ഓഫ് ജൽ ശക്തി, ദെൻ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറും വരുന്നുണ്ട്. സോ ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് നമുക്ക് നോക്കാം. ടു എൻഹാൻസ് ഫിസിക്കൽ ആക്സസ് ഓഫ് വാട്ടർ ആൻഡ് എക്സ്പാൻഡ് കൾട്ടിവബിൾ ഏരിയ അണ്ടർ അഷ്യൂർഡ് ഇറിഗേഷൻ. പിന്നെ ഇംപ്രൂവ്ഡ് വാട്ടർ യൂസ് എഫിഷ്യൻസി, വാട്ടർ കൺസർവേഷൻ പ്രാക്ടീസസും ഒക്കെ അതിന് വേണ്ടിയിട്ടാണ് ഈ സ്കീം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ സ്കീമിന് 2 മേജർ കോമ്പോണൻസ് ഉണ്ട്. ഏതാണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആക്സിലറേറ്റഡ് ഇറിഗേഷൻ ബെനിഫിറ്റ് പ്രോഗ്രാം AIBP. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഹർ ഖേത് കോ പാനി HKKP. ഇതാണ് 2 കോമ്പോണൻസ് ഈ സ്കീമിന്റെ. നമുക്കിനി അടുത്തത് നോക്കാം. 10 years ഓഫ് ഉജാല സ്കീം ആൻഡ് സ്ട്രീറ്റ് ലൈറ്റിംഗ് നാഷണൽ പ്രോഗ്രാം. ഉജാല സ്കീം, അതായത് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് 2015. സോ ആക്ച്വലി ഈ സ്കീം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടു പ്രൊമോട്ട് എനർജി എഫിഷ്യൻസി പ്രൊമോട്ട് ചെയ്യുക. എങ്ങനെ? റീപ്ലേസിങ് ICL ലാമ്പ് ഒക്കെ ഇല്ലേ, ICL CFL ലാമ്പ്, അതൊക്കെ റീപ്ലേസ് ചെയ്തിട്ട് എനർജി സേവിംഗ് ആയിട്ടുള്ള LED ബൾബ്സ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്കീം. ഒരു ജോയിന്റ് പ്രൊജക്റ്റ് ആര് തമ്മിൽ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യസ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് ആയിട്ടുള്ള യൂണിയൻ മിനിസ്ട്രി ഓഫ് പവേഴ്സ്, എനർജി എഫിഷ്യൻസി സർവീസസ് ലിമിറ്റഡും ഡിസ്കോംസ്, അതായത് ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസ് തമ്മിലൊരു ജോയിന്റ് പ്രൊജക്റ്റ് ആണ് ഇത്. മെയിൻ ആയിട്ട് എനർജി എഫിഷ്യൻസി, ടു പ്രൊമോട്ട് എനർജി എഫിഷ്യൻസി വേണ്ടിയിട്ടാണ് ഈ സ്കീം. സോ അതിന്റെ 10 years ഓഫ് ഉജാല സ്കീം. സോ 10 years ആയി ഉജാല സ്കീം ലോഞ്ച് ചെയ്തിട്ട്. അതിന്റെ ഒബ്ജക്റ്റീവ്സ് മെയിൻ എന്ന് പറയുമ്പോൾ ടു സേവ് 85 lakh kilowatt-hour ഓഫ് ഇലക്ട്രിസിറ്റി, അതേപോലെ തന്നെ 15,000 tons കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇപ്പോൾ അക്കോർഡിംഗ് ടു ഡാറ്റ ഈ സ്കീമിന് 6 കോടി LED ബൾബ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഈ സ്കീമിന്റെ അണ്ടറിൽ. നെക്സ്റ്റ് സ്കീം പാർത്ത് യോജന, പ്രിപ്പയറിംഗ് യൂത്ത് ഫോർ റിക്രൂട്ട്മെന്റ് ഇൻ സെക്യൂരിറ്റി സർവീസസ്. പാർത്ത് യോജന എന്ന് പറയുമ്പോൾ മധ്യപ്രദേശിലെ ഒരു സ്കീമാണ്. പാർത്തിനൊരു ഫുൾ ഫോം ഉണ്ട്, പോലീസ് ആർമി റിക്രൂട്ട്മെന്റ് ട്രെയിനിങ് ഹുണാർ. ഹുണാർ എന്ന് പറയുന്നത് സ്കിൽ എന്നാണ് മീനിങ്. ഹുണാർ എന്ന് പറയുമ്പോൾ ഒരു ഹിന്ദി വാക്കാണ്. സോ സ്കിൽ എന്നാണ് അതിന്റെ മീനിങ്. സോ ഇതിന്റെ മെയിൻ പർപ്പസ് എന്താന്ന് പറഞ്ഞു യൂത്തിന് എന്തിനാ നമ്മൾ അവരെ ട്രെയിനിങ് കൊടുക്കുക. എന്തിനാണ്? ഇന്ത്യൻ ആർമി, പോലീസ്, പാരാമിലിറ്ററി ഫോഴ്സസ് ആൻഡ് അതർ സച്ച് സർവീസസിന് അവർക്ക് പ്രിപ്പയർ യൂത്ത് ഫിസിക്കലി മെന്റലി ഫോർ കരിയേഴ്സ്. അവർക്ക് അതിൽ വേണ്ടിയിട്ടുള്ള ഇപ്പോൾ എക്സാമിനേഷൻ ആയിക്കോട്ടെ, ഇന്റർവ്യൂ ആയിക്കോട്ടെ, ഫിസിക്കൽ ഫിറ്റ്നസ് ആയിക്കോട്ടെ, സോ അതിന് വേണ്ടിയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഇവർ പ്രിപ്പയർ ചെയ്യുക. സോ മെയിൻലി ഇന്ത്യൻ ആർമി, പോലീസ് ആ പോസ്റ്റിലേക്കൊക്കെയാണ് ഇവർ പ്രിപ്പയർ ചെയ്യുന്നത്. പ്രീ റിക്രൂട്ട്മെന്റ് ട്രെയിനിങ് ഓഫർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ MPYP മധ്യപ്രദേശ് യൂത്ത് പ്ലാറ്റ്ഫോം പോർട്ടലും കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഈ യൂത്തിനൊക്കെ ഒരു കൊടക്കീഴിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് MPYP പോർട്ടൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് സ്കീം എന്ന് പറയുമ്പോൾ എംപവറിംഗ് വുമൺ ഓണ്ടർപ്രണേഴ്സ്. ഹെർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വുമൺ റിലേറ്റഡ്. സോ വുമൺ ഓണ്ടർപ്രണേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്കീമാണ്. എന്തിനാണ്? എംപവറിംഗ് വുമൺ ഓണ്ടർപ്രണേഴ്സ്. സോ നിതി ആയോഗിന്റെ വുമൺ ഓണ്ടർപ്രണർഷിപ്പ് പ്ലാറ്റ്ഫോം ഉണ്ട്, WEP. അതാണ് ലോഞ്ച് ചെയ്തത്. എംപവർ സപ്നോ കി ഉഡാൻ സ്കീം. ഇതിന്റെ മെയിൻ എയിം എന്താന്ന് പറഞ്ഞാൽ എംപവേഴ്സ് വുമൺ ഓണ്ടർപ്രണേഴ്സ്. പിന്നെ ഇത് ന്യൂ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ത്യസ് കൺവീനിയന്റ് ആയിട്ടുള്ള റീറ്റെയിൽ ചെയിൻ ആയിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്തിട്ടാണ് ഈ സ്കീം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ വുമൺ ഓണ്ടർപ്രണർ ആവാൻ, വുമൺ ഇപ്പൊ പുതിയ ഷോപ്പ് തുടങ്ങാൻ അതിൻ്റെതായിട്ടുള്ള ട്രെയിനിങ്ങും ഫിനാൻഷ്യൽ ലിറ്ററസിയും ഡിജിറ്റൽ ടൂൾസും അതേപോലെ ബിസിനസ് റീറ്റെയിൽ മാനേജ്മെന്റും കോംപ്രിഹെൻസീവ് ട്രെയിനിങ്ങും മെന്റർഷിപ്പും ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട് ഈ സ്കീമിന്റെ അണ്ടറിൽ. സോ അണ്ടർ ദിസ് ഇനിഷ്യേറ്റീവ് 50 പാർട്ടിസിപ്പൻസ് ഏജ് 18 to 35 വിൽ ബി സെലക്ടഡ്. അപ്പോൾ 50 പാർട്ടിസിപ്പൻറ്റ് സെലക്ട് ചെയ്യും, ഏജ് കാറ്റഗറി 18 to 35 വരുന്നതിൽ. അതിൽ 20 പാർട്ടിസിപ്പൻസിലാണ് 100% വേവർ കൊടുക്കുന്നത് ഒരു ന്യൂ ഷോപ്പ് ഫ്രാഞ്ചൈസി തുടങ്ങാനൊക്കെ ആയിട്ട്. ഇപ്പൊ കറന്റ്ലി ഈ സ്കീം ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഡൽഹിയില്, പഞ്ചാബില്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് ആൻഡ് ഗുജറാത്തിലാണ്. സോ നെക്സ്റ്റ് സ്കീം ഇൻറോഡ് പ്രൊജക്ട് ഇൻ നോർത്ത് ഈസ്റ്റ് ടു ബൂസ്റ്റ് നാച്ചുറൽ റബ്ബർ ക്വാളിറ്റി. ഇൻറോഡിന്റെ ഫുൾ ഫോം ഉണ്ട്, ഇന്ത്യൻ നാച്ചുറൽ റബ്ബർ ഓപ്പറേഷൻസ് ഫോർ അസിസ്റ്റഡ് ഡെവലപ്മെന്റ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആൻഡ് വെസ്റ്റ് ബംഗാൾ.
അതായത് ഇന്ത്യൻ നാച്ചുറൽ റബ്ബർ ഓപ്പറേഷൻസ് ഫോർ അസിസ്റ്റഡ് ഡെവലപ്മെന്റ്. ആക്ച്വലി ഈ സ്കീമിന്റെ അണ്ടറിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ടയർ പ്രൊഡ്യൂസിങ് കമ്പനീസ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക ആർക്ക്? ഫാമേഴ്സിന്. എന്തിനാണ്? ടു പ്രൊഡ്യൂസ് ഹൈ ക്വാളിറ്റി റബ്ബർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. മെയിൻലി ഇത് ഫോക്കസ് ചെയ്യുന്നത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സും അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിലുമാണ്. സോ ന്യൂസ് എന്താ വന്നെന്ന് വെച്ചാൽ നോർത്ത് ഈസ്റ്റിൽ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഓഫ് ₹100 crore ഫോർ ഇംപ്രൂവിംഗ് ദ ക്വാളിറ്റി ഓഫ് നാച്ചുറൽ റബ്ബർ. സോ ഈ സ്കീമിന്റെ അണ്ടറിൽ നോർത്ത് ഈസ്റ്റിൽ ₹100 crore ആണ് ഇവര് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുത്തത്. അതേപോലെ തന്നെ ഇൻറോഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് പ്രൊജക്ട് ഇൻ ദ വേൾഡ് ആണ് വേർ ഒരു ടയർ കമ്പനി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഡയറക്ട്ലി കൊടുക്കുന്നത് ഫോർ ഡെവലപ്മെന്റ് ഓഫ് റബ്ബർ പ്ലാന്റേഷൻസ്. റബ്ബർ പ്ലാന്റേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസും ബാക്കി എല്ലാ ട്രെയിനിങ്ങും ഒരു ടയർ മാനുഫാക്ചറിങ് കമ്പനീസ് ആണ്. അപ്പൊ ഏതൊക്കെ കമ്പനീസ് ഈ സ്കീം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആരാണ്? റബ്ബർ ബോർഡ് ഓഫ് ഇന്ത്യ ആണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇപ്പൊ ഏതൊക്കെ കമ്പനീസ് ഉണ്ട്? അപ്പോളോ, സിയാറ്റ്, JK and MRF ആണ്. ഈ കമ്പനീസ് ഒക്കെയാണ് ഇൻറോഡിന്റെ അണ്ടറിൽ വരുന്നത്. ആത്മ അതായത് ATMA ഓട്ടോമാറ്റിക് ടയർ മാനുഫാക്ചറേഴ്സ് അസോസിയേഷന്റെ അണ്ടറിൽ വരുന്നതാണ് ഈ 4 കമ്പനീസ്. ഏതൊക്കെയാണ്? അപ്പോളോ, സിയാറ്റ്, JK and MRF. Next news. Telangana farmers to receive 12,000 per acre annually of agricultural land under Raitu Bharosa scheme. സോ തെലങ്കാനയിൽ CM നമുക്കറിയാം റേവന്ത് റെഡ്ഡിയാണ്. അവർക്ക് ഓൾറെഡി ഒരു സ്കീം ഉണ്ട്, റൈതു ഭരോസ സ്കീമിൽ. സോ അതിൽ 10,000 rupees ആയിരുന്നു ഫാർമേഴ്സിന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നത്. ലാൻഡ് ഉള്ള അഗ്രികൾച്ചറൽ ലാൻഡ്സ്, ഇപ്പോൾ ഒരു ലാൻഡ് ഉണ്ടെങ്കിൽ അത് അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടാണ് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അഗ്രികൾച്ചർ ആ ലാൻഡിൽ നടക്കുന്നതെങ്കിൽ അപ്പോൾ അവർക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. സോ അത് 10,000 ആയിരുന്നു, ഇപ്പൊ അത് 12,000 ആക്കി എന്നാണ് ന്യൂസ് വരുന്നത്. സോ ഇപ്പൊ ചില ഫാമേഴ്സിന് സ്വന്തമായിട്ട് ലാൻഡ് ഇല്ലെങ്കിൽ അവർക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്ന വേറൊരു സ്കീം ഉണ്ട്, അതാണ് ഇന്ദിരമ്മ ആത്മീയ ഭരോസ സ്കീം. പിന്നെ ഈ സ്കീമിന്റെ റൈതു ഭരോസ സ്കീമിന്റെ അണ്ടറിൽ അഗ്രികൾച്ചറൽ ലാൻഡ്സ് ഈ സ്കീമിന്റെ അണ്ടറിൽ വരുള്ളൂ. നോൺ അഗ്രികൾച്ചറൽ ലാൻഡ്സിന് ഈ അപ്ലിക്കബിൾ ആയിരിക്കില്ല. സ്കീം സ്റ്റാർട്ട്സ് ഓൺ 26th January 2025 ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ റൈതു ഭരോസ സ്കീം ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു നോൺ അഗ്രികൾച്ചറൽ ലാൻഡ്സ്. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ന്യൂസ്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഏതൊക്കെയാണ് ടോപ്പിക്സ് കവർ ചെയ്തത്? സ്പോർട്സ് ന്യൂസ്, അവാർഡ്സ്, ഡിഫൻസ് ആൻഡ് സ്കീംസ് ആണ്. സോ ഇതൊക്കെയാണ്. നമ്മൾ ഇനി ബാക്കി പാർട്സും കൂടി ഉണ്ട്, നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ അതുകൂടി കാണാം. താങ്ക് യു.